ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगुणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी। मुखं करोति वाचालं पङ्गुं लङ्घायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दिनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं योऽन्तः प्रविश्य मम वाचमिमां प्रसूक्तां सञ्जीवयत्यखिलशक्तितत्सुधाम्नाम् अन्यां च हस्तचरणश्रवणत्वगादीन् प्राणां नमो भगवते पुरुषाय तुभ्यं। जयदं सुहृदो पङ्गोर्मम मन्दमतिर्गति मत्सर्वस्य पादाम्बुजो राधामदनमोहनो तमादिदेवं करुणानिधानं तमालवर्णं सुहृदावतारम् अपार संसार समुद्र सेतुं भजामहे भागवत स्वरूपं परमानंद पाठाय प्रेमवर्षीयक्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोस्तुमे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओം തത്സത്. നമ്മളിന്ന് വായിക്കുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 15-ാമത്തെ അധ്യായം 10-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. പത്ന്യാ സവാധിമക ക്ലിപ്പമഹാഭിഷേകാ ശ്ലാഘിഷ്ടചാരു കബരം കിതവൈ സഭായാം സ്പൃഷ്ടം വികീര്യ പദയോ പതിതാശ്രുമുഖ്യാം യസ്തത്സ്ത്രീയോ കൃതഹതേശ വിമുക്തകേശാ. പത്ന്യാസ്തവാധിമക ക്ലിപ്പമഹാഭിഷേകാ ശ്ലാഘിഷ്ടചാരുകബരം ഹിതവൈ സഭായാം സ്പൃഷ്ടം വികീര്യ പദയോ പതിതാശ്രുമുഖ്യാ യസ്തത്ശ്രീയോ കൃതഹതേശ വിമുക്തകേശ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പത്ന്യാസ്തവാദിമഗക്ലപ്തമഹാഭിഷേകാ ശ്ലാഘിഷ്ടചാരുകബരം കിതവൈ സഭായാം സ്പൃഷ്ടം വികീര്യ പദയോ പതിതാശ്രുമുഖ്യ യസ്തസ്ത്രീയോ കൃതഹതേശ വിമുക്തകേശാം. വിവർത്തനം ശ്രീലപ്രഭാതിക്ക് ജയ്. മഹത്തായ രാജസൂയ യജ്ഞാനുഷ്ഠാനത്തിനായി പരിശുദ്ധമാക്കി കെട്ടി അലങ്കരിച്ചിരുന്ന അങ്ങയുടെ രാജ്ഞിയുടെ കേശഭാരം അഴിച്ച് അലങ്കോലമാക്കാൻ ധൈര്യപ്പെട്ട ഖലന്മാരുടെ പത്നിമാരുടെ മുടി അഴിപ്പിച്ചതും ഭഗവാൻ മാത്രമാകുന്നു. ആ സമയം നയനങ്ങളിൽ അശ്രുക്കളോടുകൂടി ദ്രൗപദി ഭഗവാന്റെ പാദാംബുജങ്ങളിൽ അഭയം പ്രാപിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരി ബോൾ. It was he only who loosened the hair of all the wives of the miscreants who dared open the cluster of your queen's hair, which had been nicely dressed and sanctified for the great Rajasuya sacrificial ceremony. At that time, she fell down at the feet of Lord Krishna with tears in her eyes. നമുക്കെല്ലാവർക്കും അറിയാം ഈ കഥയല്ല, ഈ നടന്ന സംഭവം തന്നെയാണ്. കഥ എന്ന് പറയാൻ പാടില്ല. ഈ സംഭവം എന്താണ്?
പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിനെ പറ്റിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഈ അസത് സഭയില് അതായത് അവിടെയാണ് എവിടെ സംഭവിച്ച് അസത് സഭ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് അർജുൻ പറയുന്നത് യുധിഷ്ഠിര മഹാരാജാവിനോട്? ഹു ഡാഡ് ഓപ്പൺ ദ ക്ലസ്റ്റർ ഓഫ് യുവർ ക്വീൻസ് ഹെയർ, അങ്ങയുടെ റാണിയുടെ കേശം, അല്ലെ? അപ്പൊ അവിടെ അർജുനൻ യുധിഷ്ഠിര മഹാരാജാവിനാണ് കംപ്ലീറ്റ് ക്രെഡിറ്റ് കൊടുക്കുന്നത്. എന്റെ ഭാര്യയുടെ എന്ന് പറഞ്ഞില്ല, എല്ലാവരുടെയും 5 പഞ്ചപാണ്ഡവന്മാരുടെയും ഭാര്യയാണ് ദ്രൗപദി പാഞ്ചാലി, അല്ലെ? പക്ഷെ അങ്ങയുടെ റാണിയുടെ കേശത്തിനെ പിടിച്ച് വലിച്ച് ആ അസത് സഭയിലേക്ക് കൊണ്ടുവന്നു വസ്ത്രാക്ഷേപത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ആ 5 സഹോദരങ്ങളുടെ ഇടയിലുള്ള ആ ഒരു കോഓപ്പറേഷൻ, അല്ലെ? അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും എല്ലാവരും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കൂട്ടിയിട്ട് യുധിഷ്ഠിര മഹാരാജാവ് എന്താണ് തീരുമാനിക്കുന്നത് അതാണ് അവിടെ അവരെല്ലാവരും ഏറ്റെടുക്കുന്നത്. അതിന് യാതൊരു ഒബ്ജക്ഷൻ അവർ ചെയ്യാറില്ല. അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഈവൻ ഈ ക്രീഡയിൽ, അതായത് ചുതുകളിയിലും എല്ലാവർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിലും കംപ്ലീറ്റ് ചതിയാണ് സംഭവിച്ചത്. ദുര്യോധനൻ എന്താണ് ചെയ്തത്? സ്വയം വിളിച്ചില്ല, ധൃതരാഷ്ട്രയെ കൊണ്ട് വിളിപ്പിച്ചു, അല്ലെ? സ്വയമല്ല വിളിപ്പിച്ചത്. ധൃതരാഷ്ട്രം വിളിച്ചാൽ യുധിഷ്ഠിര മഹാരാജ് പറ്റില്ല എന്ന് പറയില്ല, അത് ചെയ്തിരിക്കും എന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ധൃതരാഷ്ട്രയെ കൊണ്ട് വിളിപ്പിച്ചു. അത് മാത്രമല്ല, തനിക്ക് കളിക്കാൻ പറ്റില്ല, തൻ്റെ അമ്മാവനായിട്ടുള്ള ശകുനി, അതിൽ എക്സ്പേർട്ടാണ്, അദ്ദേഹത്തിനെ നിയമിച്ചു. അപ്പൊ യുധിഷ്ഠിര മഹാരാജാവ് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, എനിക്ക് കളിക്കാൻ പറ്റില്ല, ഞാൻ എൻ്റെ പ്രോ ആയിട്ട് എൻ്റെ റിപ്രസെൻറ്റേറ്റീവ് ശ്രീകൃഷ്ണ ഭഗവാനെ, കൃഷ്ണനെ നിയോഗിക്കാം. അത് ചെയ്തില്ല. അപ്പൊ ആദ്യം മുതൽക്കേ ചതിയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ആ സഭയില് ഇതെല്ലാം കളിച്ച് എല്ലാം തോറ്റ് ഒന്നും അവർക്ക് അവരുടേതായിട്ട് പറയാനുള്ള ഒന്നുമില്ല, സ്വയം തോറ്റു. ആദ്യം സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടപ്പോ പിന്നെന്താണ്, അവരുടെ കുതിരകളെ, ആനകളെ, അതേപോലെ സൈന്യത്തിനെ, അങ്ങനെ ഒന്നിന് പിന്നാലെ ഓരോന്നും അവർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ഒരു നിവൃത്തിയില്ല. പിന്നെ യുധിഷ്ഠിര മഹാരാജാവ് എന്താ ചെയ്യുന്നത്? സ്വന്തം സഹോദരങ്ങളെ ചൂതുകളിക്കാൻ തുടങ്ങി. അത് പാടില്ല, ആക്ച്വലി അത് പാടില്ല, അതിന് വിപരീതമാണ്. ഈ കളിയുടെ നിയമത്തിന് വിപരീതമാണ് ആൾക്കാരെ ചൂത് കളിക്കാൻ വെക്കുന്നത്. പക്ഷെ എങ്കിലും നകുല സഹദേവൻ, അർജുനൻ, ഭീമൻ, അതും കഴിഞ്ഞു. പിന്നെ ഭീമൻ ശ്രീധൃഷ്ണ മഹാരാജ് സ്വയം നഷ്ടപ്പെട്ടു. പിന്നെയാണ് സഭയിൽ നിന്ന് ആരാണ് വിളിച്ച് പറയുന്നത്? പാഞ്ചാലിയെ, അതായത് ദ്രൗപദിയെയും കൂടി വയ്ക്കാൻ വേണ്ടിയിട്ട്. ആരാണ് പറയുന്നത്? ദുര്യോധനൻ, കർണനാണ് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ദ്രൗപദി. അതിന് ഒരാളാണ് ഒബ്ജക്ഷൻ എടുത്തത്. ആരും ഒബ്ജക്ഷൻ ചെയ്തില്ല. ആരാ ഒബ്ജക്ഷൻ എടുത്തത്? ചെയ്യാൻ പാടില്ല, നിയമവിരുദ്ധമാണ്. വികർണൻ ചെയ്തു. അതിനു മുമ്പ് ആരാണ് ഇതിനെ വിരോധിച്ചത്? വിതുരർ. തെറ്റാണ്, ചെയ്യാൻ പാടില്ല. കാരണം ഇവർ സ്വന്തം നഷ്ടപ്പെട്ടു. അപ്പൊ അവർക്ക് അധികാരമില്ല. അവർക്ക് എങ്ങനെ ദ്രൗപദിയെ പണയം വയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ചൂത് കളിക്കാൻ പറ്റും? അത് ദുര്യോധനൻ വളരെ നല്ല ടാക്ട്ഫുള്ളി ഇതെല്ലാം മാനേജ് ചെയ്തു. അത്രയും കുബുദ്ധി ഉപയോഗിച്ചിട്ട് സ്വയം അവര് അടിമകളായിട്ടില്ലെങ്കിൽ, പാഞ്ചാലി അങ്ങനെ ആദ്യം വിളിക്കുകയാണെങ്കിൽ ഇവര് തീർച്ചയായിട്ടും അവര് അവിടെ ഫൈറ്റിംഗ് നടക്കും, അവരെ തോൽപ്പിക്കും. പക്ഷെ ഇവർക്കും ചെയ്യാൻ പറ്റില്ല. ഇവർ 5 പേരും പണയപ്പെട്ടു. അവർക്ക് സ്വന്തമായിട്ടുള്ള യാതൊരു അഭിപ്രായവും സ്വാതന്ത്ര്യവും ഇല്ല, അല്ലെ? അവർ സ്വയം പണയം വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ചൂത് കളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവർക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷെ എല്ലാം വളരെ ടാക്ട്ഫുള്ളിയാണ് നടന്നിരിക്കുന്നത്. ഭഗവാന്റെ ഇച്ഛ കൂടിയുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ വിതുരർ പറഞ്ഞിട്ടും ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും മൗനം, അല്ലെ? അപ്പൊ ആ സമയത്താണ് ദുര്യോധനൻ ആരോട് പറയുന്നത്? ദുശാസനോട് പിടിച്ചുകൊണ്ടായിരുന്നു. ദുശാസനൻ മുടി പിടിച്ചിട്ട്
വലിച്ചഴിച്ചു കൊണ്ടുവരാണ് പാഞ്ചാലി ദ്രൗപദി. കരയുന്നുണ്ട്, അപേക്ഷിക്കുന്നുണ്ട്, ചെയ്യരുത് ഒന്നും ഒരാൾക്കും ആരുടെയും ചെവിക്കൊള്ളുന്നില്ല. എല്ലാവരും മാനം എല്ലാവരും തലതാഴുത്. ഒരാൾക്കും കാണിച്ചാൽ ഇവരെല്ലാം അടിമകളായി ദുര്യോധനന്റെ. അവർക്ക് ഒരു വാക്കും കൂടി മിണ്ടാൻ പറ്റില്ല. ഭീഷ്മ പിതാമഹനെ വിളിക്കുന്നുണ്ട്, ദ്രോണാചാര്യ വിളിക്കുന്നുണ്ട്, ധൃതരാഷ്ട്രയെ വിളിക്കുന്നുണ്ട്, കൃപാചാര്യ, ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പരിസ്ഥിതിയിൽ ആരെ വിളിക്കും? അതാണ് പറയുന്നത്, ആ സമയത്ത് ഭഗവാനാണ് അവിടെ രക്ഷിച്ചത്. അപ്പൊ ആ സമയത്ത് മുടി പിടിച്ച സമയത്ത് തന്നെ ഭഗവാൻ സങ്കല്പം ചെയ്തു മനസ്സിൽ. അത് ഇവിടെ പറയുന്നൊരു പർപ്പോട്ടില് വളരെ ക്ലിയർ ആയിട്ട്, രാജസൂയ സാക്രിഫൈസിലെ യജ്ഞത്തില് ശുദ്ധീകരിക്കപ്പെട്ട ആ റാണിയുടെ തലമുടിയാണ് പിടിച്ച് വലിച്ചഴിച്ച് ഇവിടെ സഭയിലേക്ക് കൊണ്ടുവന്നത്. അത്രയും പവിത്രമായിട്ടുള്ള റാണിയുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട്. ഇതിന് മീതെ ഒരു ഇൻസൾട്ട് അല്ലേ എന്തുണ്ട് വേറെ? അപ്പൊ ആ സമയത്ത് നമ്മളെ രക്ഷിച്ചത് ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ്. അപ്പോൾ അർജുനൻ ഓരോന്ന് ഓർത്തിട്ട് ഭഗവാൻ കൃഷ്ണൻ എല്ലാ സമയത്തും ഡയറക്ട്ലി അല്ല ഇൻഡയറക്ട്ലി നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ആ കൃഷ്ണൻ പോയി. ഇതിന്റെ മുമ്പത്തെ ശ്ലോകങ്ങൾ പറഞ്ഞു അല്ലെ, ജരാസന്ധനെ വധിക്കാൻ നമ്മളെ സഹായിച്ചതാരാണ്? കൃഷ്ണൻ ഇല്ലെങ്കിൽ ജരാസന്ധനെ വധിക്കാൻ പറ്റില്ല. ഖാണ്ഡവ ഫോറസ്റ്റ് അത് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, അഗ്നിദേവനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അത് കൃഷ്ണന്റെ സഹായം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ സമയത്തും ഓരോ പ്രതിസന്ധിയിലും നമ്മളെ സഹായിച്ചത് കൃഷ്ണനാണ്. അപ്പൊ നമ്മളുടെ ശക്തിയല്ല, ഇത് ഭഗവാന്റെ കൃപാകടാക്ഷമാണ്, അനുഗ്രഹമാണ് നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റിയത്. ഭഗവാൻ പോയി, അതേ ഗാന്ധീവം എൻ്റെ കയ്യിലുണ്ട്, അതേ അസ്ത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, അതേ ഞാൻ ഇവിടെയുണ്ട്, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ശക്തിയില്ല. അപ്പൊ ഭഗവാൻ ആ സമയത്ത് തന്നെ സങ്കല്പം ചെയ്തു, ആരാണോ ഈ ദ്രൗപദിയുടെ മുടി പിടിച്ച് ഈ അസസഭയിലേക്ക് വന്ന് അപമാനിക്കാൻ ശ്രമിച്ചത്, ആ ആളും അതേപോലെ അതിന് പങ്കാളികളായിട്ട് എല്ലാവരും അവരുടെ പത്നിമാരുടെ മുടിയും ഇവിടെ അഴിച്ചിടേണ്ടി വന്നു. കാരണം എന്താണ്? സ്ത്രീകള് സാധാരണ മുടി അഴിച്ചിടാന്ന് പറഞ്ഞാൽ, കെട്ടിയിടാതിരിക്കാന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ലക്ഷണം? എന്തെങ്കിലും സംഭവിക്കാൻ പാടില്ലാതെ സംഭവിക്കുമ്പോൾ അല്ലെ, ഭർത്താവ് മരിക്കുമ്പോൾ എന്തെങ്കിലും അനുശോചനം, അങ്ങനെ ദുഃഖം ആയിട്ടുള്ള കാര്യങ്ങളുമ്പോൾ മാത്രമേ, അല്ലാത്ത സമയത്ത് എപ്പോഴും മുടി കെട്ടിയിരിക്കണം. അപ്പൊ ഇങ്ങനത്തെ മോർണിംഗ് ടൈമിലാണ്, ദുഃഖാചരണ സമയത്ത് മാത്രമാണ് മുടി അഴിച്ചിടാൻ. അത് കഴിഞ്ഞാൽ അഴിച്ചിടാൻ പാടില്ല ആണ് പറയുന്നത് എപ്പോഴും. അത് ഈവൻ ചില പ്രവാചകരും പറയുന്നത്, സ്ത്രീകൾ എപ്പോഴും മുടി കെട്ടിയിരിക്കണം. അഴിച്ചിട്ടാൽ എന്താണ് പറയുന്നത്? യക്ഷികളാണ് അങ്ങനെ ചെയ്യുക. മഹാകാളി ആ രുദ്രഭാവത്തിൽ വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ, ഘോര രൂപത്തിലുള്ള മഹാകാളി കംപ്ലീറ്റ് മുടി അഴിച്ചിടും. യക്ഷികള് മുടി അഴിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ അങ്ങനെ അഴിച്ചിടുമ്പോൾ അങ്ങനത്തെ രൂപത്തിൽ വരാൻ പാടില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ചിട്ട് ഈവൻ പ്രവാദ്യം പറയുന്നുണ്ട്, പർപ്പോട്ടിൽ പലതവണയും വായിച്ചിട്ടുണ്ട്, സ്ത്രീകളെ എപ്പോഴും അവരുടെ സാങ്ക്ടിറ്റി കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുടി കെട്ടിയിരിക്കണം. ഇങ്ങനത്തെ സമയത്ത് അതാണ് അതായത് ഇവരുടെ ഭർത്താക്കന്മാരെല്ലാം നിഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞു, വധിക്കപ്പെട്ടു കഴിഞ്ഞു. ഒരു സമയത്തിന്റെ ആ ഒരു സെപ്പറേഷൻ മാത്രം. എന്താ യുദ്ധസമയത്ത് എല്ലാവരും മരിച്ചു. ഇതില് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പങ്കാളികളായിട്ടുള്ള എല്ലാവരും ഒരാളെയും സ്പെയർ ചെയ്തില്ല. ആരെങ്കിലും സ്പെയർ ചെയ്തോ? ഒരാളെയും സ്പെയർ ചെയ്തില്ല. എല്ലാവരും വധിക്കപ്പെട്ടു. അവരെല്ലാം വിധവകളായി എന്നാണ്. അപ്പൊ ഇതാണ് ഇവിടെ അർജുനൻ യുധിഷ്ഠിര മഹാരാജാവുണ്ട്. വൈഷ്ണവ അപരാധം എന്ന് പറഞ്ഞാൽ അത്രയും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അപരാധമാണ്. ഓക്കെ, വൈഷ്ണവ അപരാധം, അതായത് അപരാധം എന്ന് പറഞ്ഞാൽ രാധ ഏതില് രാധാറാണിയെ മറന്ന് നമ്മൾ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു, അത് അപരാധം. കൃഷ്ണനെയും രാധാറാണിയും മറന്ന് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു, അതിന് അപരാധം. ഇംഗ്ലീഷിൽ അതിനെന്താ ഒഫൻസ് പറയുന്നു. ഓക്കെ, നമ്മളൊരു ഭക്തിയുടെ കാര്യത്തിൽ ചെയ്തില്ലെങ്കിൽ, ഭക്തി നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും? ഓഫ് ദ ഫെൻസ്
അത് നമുക്ക് സംരക്ഷണം കിട്ടില്ല. ഭക്തി മാർഗത്തിലോടുമ്പോൾ നമുക്ക് സംരക്ഷണം, ഫെൻസ് ഉണ്ടായിരിക്കും, ഫെൻസ്. ഭക്തി ഇല്ലെങ്കിൽ ഓഫ് ദ ഫെൻസ്, നമ്മുടെ ആ സംരക്ഷണത്തിൽ പെടില്ല. അപ്പോൾ ഫെൻസും പറഞ്ഞാലും ചുരുക്കത്തിൽ, അതായത് എവിടെ നമ്മൾ ഭക്തി മാർഗത്തിലൂടെ നീങ്ങുന്നില്ല ആ സമയത്ത് നമുക്ക് സംരക്ഷണം ആരുടെയും കിട്ടില്ല. ഓക്കെ, അപ്പൊ അൾട്ടിമേറ്റ്ലി സംരക്ഷണം ചെയ്യുന്നത് നമ്മളല്ല, ഭഗവാനാണെന്ന് ഇതിൽ ഈ ലീലകളോട് നമുക്ക് പറഞ്ഞു തരാണ്. ഒരുപാട് അപരാധങ്ങളുണ്ട് അല്ലെ. അതിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് അപരാധം എന്ന് പറഞ്ഞാൽ വൈഷ്ണവ അപരാധം, സേവ അപരാധം, നാമാപരാധം, വൈഷ്ണവ അപരാധം, അങ്ങനെ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും ഹീനിയസ് ആയിട്ടുള്ള, ഏറ്റവും സീരിയസ് ആയിട്ടുള്ള അപരാധമാണ് വൈഷ്ണവ അപരാധം. അപ്പൊ ഈ വൈഷ്ണവ അപരാധം ചെയ്ത ഒരാളും നല്ല രീതിയിൽ ജീവിച്ച എല്ലാവരുടെയും കഥ ഭഗവാൻ തന്നെ കഴിച്ചു. നമ്മളുടെ ശാസ്ത്രത്തിൽ തന്നെ ഒരുപാട് വൈഷ്ണവ, അതായത് വൈഷ്ണവ അപരാധം, നിന്ദ എന്ന് പറഞ്ഞാൽ, ഒരു വൈഷ്ണവനെ കണ്ട് നമ്മൾ സന്തോഷിച്ചിട്ടില്ലെങ്കിൽ അതൊരു അപരാധമായി എന്ന് പറയുന്നു. ഒരു വൈഷ്ണവനെ കണ്ടിട്ട് നമ്മൾ മനസ്സിൽ സന്തോഷം തോന്നിയിട്ടില്ലെങ്കിൽ അതെന്തായി? അപരാധം. ഒരു വൈഷ്ണവനോട് നമുക്ക് ദേഷ്യം തോന്നിയാൽ അപരാധം. ഒരു വൈഷ്ണവനോട് നമുക്ക് വെറുപ്പ് തോന്നിയാൽ അത് അപരാധം. ഒരു വൈഷ്ണവനെ നമ്മൾ വധിക്കാൻ മനസ്സിന് വിചാരിച്ചാൽ അത് അപരാധം. വധിച്ചു കഴിഞ്ഞാൽ അപരാധം. അപ്പൊ ഒരുപാട് തരത്തിലുള്ള അപരാധങ്ങളുണ്ട്. മനസ്സിൽ ചിന്തിച്ചാലും കൂടി മതി. അപ്പോൾ നമ്മളുടെ ശാസ്ത്രങ്ങളിൽ തന്നെ ഒരുപാട് അപരാധങ്ങളെ പറ്റി പറയുന്നുണ്ട്. ജയവിജയന്മാര് അല്ലെ, എന്തുകൊണ്ടാണ് അവർക്ക് ഹിരണ്യാക്ഷ, ഹിരണ്യകശിപു, അതേപോലെ രാവണ, കുംഭകർണ, ശിശുപാല, ദന്തവക്ര, ഈ അസുരന്മാരുടെ ദേഹത്തിൽ വരേണ്ടി വരുന്ന കാരണം എന്താ? എന്ത് കാരണം? വൈഷ്ണവ അപരാധം. സനാതന കുമാരന്മാരുടെ വൈഷ്ണവ അപരാധം അല്ലേ. അവർക്ക് പക്ഷെ അവർക്ക് ഒരു ഓപ്ഷൻ കിട്ടി. 7 തവണ നിങ്ങൾക്ക് ഭക്തന്മാരായിട്ട് ജനിക്കാം, എന്നിട്ട് തിരിച്ച് ധാമിലേക്ക് വരാം. ഭഗവാന്റെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 3 തവണ അസുരന്മാരായിട്ട് ജനിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വരാം. അപ്പോൾ എന്താണ് അവര് അതിനുള്ള ഏത് ഓപ്ഷനാണ് ചെയ്തത്? 3 തവണ. കാരണം അത്രയും പെട്ടെന്ന് ഭഗവത് ധാമിലേക്ക് പോകാൻ, ഭഗവാന്റെ ഭക്തന്മാരായിട്ട് സേവിച്ചിട്ട് അവർക്ക് കണ്ടിന്യൂ ചെയ്യാം. ചൈതന്യ ചരിതാമൃതത്തിലും ഭാഗവതത്തിലും ഒരുപാട് അങ്ങനെ ഉണ്ട്. പ്രഹ്ലാദ് അല്ലെ, പ്രഹ്ലാദിനോട് ചെയ്ത അപരാധം ഹിരണ്യകശിപു. എന്താണ് ഭഗവാൻ ചെയ്തത്? അങ്ങനെ മാല പൊളിച്ച് കുടൽമാല എടുത്ത് മാല ഇട്ടുന്ന അത്രയും ദേഷ്യം. ഭഗവാനോട് നമ്മൾ അപരാധം ചെയ്താൽ ഭഗവാൻ ഒന്നും ചെയ്യില്ല, ചിലപ്പോൾ മിണ്ടാതിരിക്കും. പക്ഷെ ഭഗവാന്റെ ഭക്തന്മാരോടാണ് നമ്മൾ അപരാധം ചെയ്യുന്നച്ചാൽ അത് ഒരിക്കലും പൊറുക്കില്ല. ഗജേന്ദ്രൻ തൻ്റെ മുമ്പത്തെ ജന്മത്തില് എന്ത് ചെയ്തു? ആരാണ്? ഇന്ദ്രദ്യുമ്ന സേജിനെ സ്വീകരിച്ചില്ല അല്ലെ. അത് കാരണം ഗജേന്ദ്രനായിട്ട് ജനിച്ചു. അപരാധം, വൈഷ്ണവ അപരാധം. അറിഞ്ഞോ അറിയാതെ പരീക്ഷിത് മഹാരാജാവ് എന്താണ്? അതായത് വേട്ടയാടി എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ദാഹം തോന്നിയപ്പോ സമീക ഋഷിയുടെ അടുത്ത് പോയി. അവിടെ ചെന്ന് അവിടുന്ന് ആദരവ് കിട്ടിയില്ല, വെള്ളം ചോദിച്ചപ്പോൾ കൊടുത്തില്ല, ദേഷ്യം വന്നു, ചത്തപാമ്പിനെ കണ്ടിട്ടു. എന്തായാലും സമീക ഋഷിയുടെ മകൻ എന്ത് ചെയ്തു? ശൃംഗി ശപിച്ചു അല്ലെ. അപരാധം. അംബരീഷ് മഹാരാജ്, ദുർവാസ മുനിയുടെ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ദുർവാസ മുനി അംബരീഷ് മഹാരാജനോട് എന്ത് ചെയ്ത്? അതേപോലെ ഒരുപാട് ഈ വൈഷ്ണവ അപരാധം പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് മാഡ് എലിഫന്റ് എന്ന് പറയുന്നത്. അത് മത്ത് പിടിച്ച ഒരു ആനയെ പോലെയാണ് വൈഷ്ണവ അപരാധം. മത്ത് പിടിച്ച ആനയുടെ എന്താ സ്പെഷ്യാലിറ്റി? എന്താണ് മത്ത് പിടിച്ച ആനയെ? ഇവിടെ എല്ലാം ഒരു അങ്ങ് വിട്ടാൽ മതി, എല്ലാം ശരിയായിക്കോളും. അതേപോലെയാണ്. അപ്പം നമ്മുടെ എല്ലാം നശിക്കും. ചൈതന്യ ചരിതാമൃതത്തില് രാമചന്ദ്രപുരി പറഞ്ഞിട്ടൊരു കഥാപാത്രമുണ്ട്. രാമചന്ദ്രപുരി
മാധവേന്ദ്രപുരിയുടെ ഡിസൈപ്പിളാണ്. ഈശ്വരപുരിയുടെ ഗോഡ് ബ്രദറാണ്. ഈശ്വരപുരി ആരാണ്? ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുരു. ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുരു അല്ലെ. അപ്പൊ ആ ഈശ്വരപുരിയുടെ ഗോഡ് ബ്രദറായിട്ട് രാമചന്ദ്രപുരി എപ്പോഴും മറ്റുള്ളവരെ കുറ്റം കാണുക, ഫോൾട്ട് ഫൈൻഡിങ്. അതാണ് കാരണം. എന്താ അറിയൂ, മാധവേന്ദ്രപുരി ഇവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് ഡിസപ്പിയർ ആവാനുള്ള സമയത്ത് ഭഗവാന്റെ ആ വിരഹത്തില് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ, അയ്യോ ഭഗവാനെ, അങ്ങയുടെ ദർശനം കിട്ടുന്നില്ലല്ലോ, അങ്ങനെ കാണാൻ പറ്റുന്നില്ലോ, അങ്ങനെ ആ ഒരു ഭാവാവസ്ഥയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭാവാവസ്ഥയിൽ, വിപ്രലംബ ഭാവത്തിൽ. അപ്പൊ തൻ്റെ ശിഷ്യനായിട്ടുള്ള ആ രാമചന്ദ്രപുരി പറയാണ്, എന്തിനാണ് വെറുതെ കരയുന്നത്? ആ ഇംപേഴ്സണൽ ജ്യോതിയില് ധ്യാനിച്ചാ പോരെ, ഇത്രയും ഒരു ഭക്തനായിട്ട് എന്തിനാ കരയുന്നത്? പരിഹസിക്കുകയാണ്. അപ്പോഴാണ് മാധവേന്ദ്രപുരി ഗെറ്റ് ഔട്ട് അടിച്ചത്, കടന്നു പോവാൻ. കൃഷ്ണപ്രേമം, കൃഷ്ണന്റെ പ്രൊട്ടക്ഷൻ നമുക്കില്ലാതെ വരട്ടെ എന്നൊരു വാക്കുകൂടി പറയുന്നു. രാമചന്ദ്രപുരി അദ്ദേഹത്തിന്റെ ആ വൈഷ്ണവ അപരാധം കാരണം അദ്ദേഹത്തിനെ എല്ലാ ഭക്തന്മാരും റിജക്റ്റ് ചെയ്യാണ്. ഒരാളും അദ്ദേഹത്തിന്റെ കൂടെ പോവില്ല. അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിനെ മുഖം തിരിച്ച് പോവും. അങ്ങനെയായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ അവിടെ പുരിയിൽ വന്നു. ചൈതന്യ മഹാപ്രഭു സന്യാസിയാണ്. അപ്പോൾ അദ്വൈതാചാര്യ മറ്റുള്ള എല്ലാ മുതിർന്ന ഭക്തന്മാരും ചൈതന്യ മഹാപ്രഭുവിന് കൂടുതൽ പ്രസാദം കൊടുത്തിരിക്കുകയാണ്. അവർക്ക് അത്രയും സന്തോഷം. അപ്പൊ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചൈതന്യ മഹാപ്രഭു എന്ത് തരുന്നു എല്ലാം സന്യാസി വരുന്നതായിട്ടും കൂടിയിട്ട് എല്ലാം കഴിക്കും, അവരെ പ്രീതിപ്പെടുത്താൻ. അവിടെ ചൈതന്യ മഹാപ്രഭുവിന് ആഗ്രഹം ഉണ്ടായിട്ടല്ല. പക്ഷെ ഇത് കണ്ടിട്ടോ ഒരു സന്യാസി ഇത്രയും കഴിക്കാൻ പാടുമോ? അങ്ങനെ പരിഹസിക്കാൻ തുടങ്ങി. അങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങി. ചൈതന്യ മഹാപ്രഭു അതിനുശേഷം ഭക്ഷണം കുറച്ചു. എന്താണ് ഉണ്ടായത്? രാമചന്ദ്രപുരിയെ എല്ലാവരും റിജക്ട് ചെയ്തു, വൈഷ്ണവ അപരാധം കാരണം. രാമചന്ദ്ര ഖാൻ, അതും ചൈതന്യ രാമചന്ദ്ര ഖാൻ ഹരിദാസ് ഠാക്കൂറിനെ, അതേപോലെ ഹരിദാസ് ഠാക്കൂറിനെ ഒരു വേശ്യ അയച്ചിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യാനും അവരുടെ ആ റെപ്യൂട്ടേഷനെ നശിപ്പിക്കാനും ശ്രമിച്ചു അല്ലേ? അദ്ദേഹത്തിന്റെ എന്തായി? അതേപോലെ തന്നെ നിത്യാനന്ദ പ്രഭുവിനെ സ്വീകരിച്ചില്ല. നിത്യാനന്ദ പ്രഭു രാമചന്ദ്ര ഖാന്റെ അവിടെ ചെന്നപ്പോ അദ്ദേഹത്തിനെ സ്വീകരിച്ചില്ല. അദ്ദേഹത്തിനെ പുറത്തേക്ക് പറഞ്ഞയച്ചു, ഇവിടെ വരേണ്ടതുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മുഴുവൻ ഫാമിലിയും ആ വില്ലേജും കംപ്ലീറ്റ് മുസ്ലിം റൂളേഴ്സ് വന്ന് ലൂട്ട് ചെയ്തു, എല്ലാം നശിപ്പിച്ചു. അപ്പോൾ അതാണ് ഇതൊരു മാഡ് എലിഫന്റ് എന്ന് പറയുന്നത്. അതേ സമയത്ത് സച്ചിമാത, ചൈതന്യ മഹാപ്രഭുവിന്റെ സ്വയം അമ്മ, ഭഗവാൻ, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ മഹാപ്രകാശ ലീലയില് എല്ലാവർക്കും ദർശനം കൊടുത്തു. ചൈതന്യ മഹാപ്രഭു തന്റെ സ്വരൂപം, ആരുടെ? ഭഗവാൻ കൃഷ്ണന്റെ സ്വരൂപം കാണിച്ചു കൊടുത്തു. അതായത് ചൈതന്യ മഹാപ്രഭുവും കൃഷ്ണൻ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്ന് ചില വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ശുദ്ധ ഭക്തന്മാർക്ക് മാത്രം, എല്ലാവർക്കും കാണിച്ചു കൊടുത്തില്ല. അതാണ് മഹാപ്രകാശ ലീല. ആ സമയത്ത് എല്ലാവരും കാണിച്ചു കൊടുത്തു. അതായത് ക്ലോസ് ആയിട്ടുള്ള അസോസിയേഷൻ എല്ലാവർക്കും കാണിച്ചു. സച്ചിമാതാവിന് കാണിച്ചു കൊടുത്തില്ല. അപ്പോൾ ഡിവോട്ടീസ് പറഞ്ഞു, സച്ചിമാത കാണിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപരാധം ചെയ്തിട്ടുണ്ടെന്ന്. സ്വന്തം അമ്മ. എന്നാണ് അപരാധം അറിയോ? ആർക്കെങ്കിലും? യെസ്, അദ്വൈതാചാര്യയെ മനസ്സിൽ പറഞ്ഞിട്ട് കൂടിയില്ല. മനസ്സിലെ, അതായത് എൻ്റെ 2 മക്കളെയും ഈ സന്യാസത്തിലേക്ക് കൊണ്ടുപോയത് അദ്വൈതാചാര്യ കാരണം എന്നും പറഞ്ഞിട്ട് മനസ്സിലേ ഉള്ളൂ. അദ്വൈതാചാര്യോട് പറഞ്ഞിട്ടേ ഇല്ല. വേറെ വല്ലവരോടും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അദ്വൈതാചാര്യോട് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് പറഞ്ഞപ്പോ അവരെപ്പോഴാണോ ആരെയാണോ അപരാധം ചെയ്ത് അവരുടെ മാപ്പ്, അവരോട് ക്ഷമ ചോദിക്കണം. എന്നാൽ മാത്രമേ അതിന് പ്രതിവിധി. അപ്പോൾ ഈ വൈഷ്ണവ അപരാധത്തിന് ഒരേ ഒരു പ്രതിവിധിയുള്ളൂ. ആരോടാണ് നമ്മൾ അപരാധം ചെയ്തത് അവര് ക്ഷമിക്കണം, അവരുടെ കാലിൽ പോയി വീഴണം. എന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ഭഗവാൻ വിചാരിച്ചാലും കൂടി നടക്കില്ല. അതാണല്ലോ അംബരീഷിന്റെ അദുർവാസ മുനിയുടെ
ഇതെന്നും ലീലകൾ നമുക്ക് മനസ്സിലാകുന്നു. ഭഗവാൻ എന്താ പറയുക, ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി, ശിവന്റെ അടുത്ത് പോയി, വിഷ്ണുവിൻ്റെ അടുത്ത് പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ അറിയാതെ തന്നെ എൻ്റെ സ്വതന്ത്ര ചക്രം പോയി എന്നാ പറഞ്ഞു. അവസാനം ഇവിടെ വന്നു അംബരീഷ് മഹാരാജുണ്ട്. അപ്പൊ ഇതേപോലെ സ്വന്തം അമ്മയോട് പറഞ്ഞു, അതായത് പോയിട്ട് ക്ഷമയാചിക്കാൻ. പക്ഷേ കാല് നമസ്കരിക്കണമെങ്കിൽ അദ്വൈതാചാര്യ സമ്മതിക്കോ? ചൈതന്യ മഹാപ്രഭുവിന്റെ അമ്മ അദ്വൈതാചാര്യന്റെ കാലിൽ വീണാൻ പറഞ്ഞ അവർ സമ്മതിക്കോ? സമ്മതിക്കില്ല. അപ്പോ എന്താണ് പറഞ്ഞത്? അദ്വൈതാചാര്യനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അദ്വൈതാചാര്യനെ പറ്റി ഗ്ലോറിഫൈ ചെയ്യുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഓർമ്മ വന്നു, ഭഗവാന്റെ ഓർമ്മ വന്ന സമയത്ത് അദ്ദേഹം ട്രാൻസിൽ ഭാവാവസ്ഥയിൽ പോയ സമയത്ത് അമ്മ തൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അങ്ങനെ അപരാധം, ഓരോ അപരാധം വളരെ സൂക്ഷിക്കണം. എസ്പെഷ്യലി നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ഓരോ അപരാധം. പക്ഷെ ചില അപരാധങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡയറക്ട്ലി, ഇപ്പം ജഗായ് മതായ്, ഓക്കെ, നിത്യാനന്ദ പ്രഭു അവിടെ മാപ്പ് കൊടുത്തു അവർക്ക്, അതുകൊണ്ട് അവർക്ക് രക്ഷപ്പെട്ടു. ചൈതന്യ മഹാപ്രഭുവിന് ദേഷ്യം വന്നു. ചൈതന്യ മഹാപ്രഭുവിനോടാണ് അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ ചൈതന്യ മഹാപ്രഭു ഒന്നും ചെയ്യില്ല, ശിക്ഷിക്കില്ല. പക്ഷെ അത് തൻ്റെ ഭക്തനായതുകൊണ്ട് ജഗായ് മതായി അങ്ങനെ ഒരു അപരാധം ചെയ്ത് കാരണം ഉടനെ സുദർശന ചക്രം എടുത്തു. എന്നിട്ട് നിത്യാനന്ദ പ്രഭു എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അവതാരം തന്നെ ഔദാര്യ അവതാരമാണ്, അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇത് ചെയ്യരുത്. ചെന്ന് നിത്യാനന്ദ പ്രഭു സ്വയം അവർക്ക് മാപ്പ് കൊടുത്തു. അവർക്ക് എന്ത് കിട്ടിയ? ശുദ്ധഭക്തന്മാരായി. ഇപ്പോൾ ഈ അപരാധം എന്ന് പറഞ്ഞാൽ അത് വളരെ സീരിയസ്. അപരാധവും പാപവും തമ്മിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, പാപം ഗ്രോസ് ആണ്, സ്ഥൂലമായിട്ടുള്ളതാണ്, ഗ്രോസ് ആയിട്ടാണ്. അത് നമുക്ക് പ്രായശ്ചിത്തം എടുക്കാം, അട്ടോൺമെന്റ് ചെയ്യാം, അല്ലേ? പാപങ്ങൾ ചെയ്താൽ അട്ടോൺമെന്റ് ഉണ്ട് ഒരുപാട്. നമ്മൾ ധാമിൽ പോവുക, കാശിയിൽ പോവുക, അയോധ്യയിൽ പോവുക, വൃന്ദാവനത്തിൽ പോവുക, അല്ലെങ്കിൽ മായാപ്പൂർ പോവുക, അവിടെ ചെന്ന് നമ്മൾ പശ്ചാത്തലം ഇനി അങ്ങനെ ചെയ്യില്ല പറഞ്ഞിട്ട് എല്ലാ പിന്നെ അല്ലെങ്കിൽ ഗംഗയിലോ യമുനയിലോ ചെന്നിട്ട് സ്നാനം ചെയ്യുക, അങ്ങനെ ഒരുപാട് അട്ടോൺമെന്റ് ഉണ്ട്. പക്ഷെ അപരാധത്തിന് അട്ടോൺമെന്റ് ഇല്ല. അപരാധത്തിന് അട്ടോൺമെന്റ് ഇത് മാത്രമേ ഉള്ളൂ, ആരോടാണോ അപരാധം ചെയ്തത് അതുകൊണ്ട് അവരെ ചെന്ന് നമസ്കരിച്ച് അവരോട് പറയുക, ഇനി അങ്ങനെ തെറ്റ് പറ്റി അറിഞ്ഞോ അറിയാതെ ചെയ്താണ്, നമ്മൾ പൊറുക്കണേ കൊണ്ട് അവര് മാപ്പ് തരണം. സാധാരണ വൈഷ്ണവന്മാരെ അങ്ങനെ പെട്ടെന്ന് അപരാധമൊന്നും എടുക്കാറില്ല, പക്ഷേ എടുത്തു കഴിഞ്ഞാൽ ഒറ്റ വഴിയുള്ളൂ. ഇവിടെ ദുശാസനും അവരുടെ പങ്കാളികളും ഫുൾ കമ്പനി എന്താണ് ചെയ്തിരിക്കുന്നത്? വലിയൊരു അപരാധം. ആ സമയത്ത് തന്നെ ഭഗവാൻ നിശ്ചയിച്ചു, അവരെ വധിച്ചു കഴിഞ്ഞു. പിന്നെ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. ആ യുദ്ധം നടക്കാനുള്ള ഒരു സമയം വരെ അതിൽ എല്ലാവരെയും വധിച്ചു. അപ്പൊ ഇവരെല്ലാവരും എന്തായി? വിധവകളായി എന്നാണ് പറയുന്നത്. അപ്പൊ പ്രൊട്ടക്ഷൻ ആർക്ക് കൊടുക്കാൻ പറ്റൂ? ഭഗവാൻ മാത്രമേ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റൂ. നമ്മളൊരു മീഡിയേറ്റർ മാത്രം, അല്ലെ, ഒരു മിഡിൽ പേഴ്സൺ. ചിലപ്പോൾ ഭഗവാൻ നമ്മളെ ഉപയോഗിക്കും ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. ഞാനാണ് ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഞാനാണ് ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. പാടുമോ? നമ്മുടെ ഫസ്റ്റ്, അതായത് യുധിഷ്ഠിര മഹാരാജാവിനോട് ആര് പറയുന്നുണ്ട്? 13th ചാപ്റ്ററിൽ ഓർമ്മയുണ്ടോ? നാരദ മഹർഷി, അതായത് യുധിഷ്ഠിര മഹാരാജ വിചാരിക്കുന്നത് ഞാനാണ് ധൃതരാഷ്ട്രയും ഗാന്ധാരിയും എല്ലാം രക്ഷിക്കുന്നത്. അവർ കാട്ടിൽ പോയി, ഇനി അവരെങ്ങനെ ജീവിക്കും? ഏത് പരിസ്ഥിതിയിലായിരിക്കും അവര്? അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് വ്യസനിക്കാണ് യുധിഷ്ഠിര മഹാരാജ. ആ സമയത്ത് നാരദ മഹർഷി വന്നിട്ട് എന്താണ് പറയുന്നത്? കാലകർമ്മ ഗുണ അധീനം, അല്ലെ? കാലം, കർമ്മം, ഗുണ അധീനം. നമ്മളെല്ലാവരും കാലത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ഗുണത്തിൻ്റെയും അധീനത്തിനാണ്. ദേഹോയം പാഞ്ചഭൗതിക, നമ്മളുടെ ദേഹം പഞ്ചധാതുക്കളെ കൊണ്ടുണ്ടാക്കിയത്. നമ്മളുടെ ദേഹം എന്തുകൊണ്ടാണ്? 5 ഭൗതിക വസ്തുക്കളെ, എന്നാണ് ഭൂമി, റാപ്പോ, അനലോ, വായു, ഖം, അല്ലേ? നമ്മുടെ ഭൗതിക ശരീരം എന്നുള്ളത്
ദേഹോയം പഞ്ചഭൗതിക കഥം അന്യം സ്തുഗോപായത്. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരെ നമ്മൾ സംരക്ഷിക്കുന്നത്? ഈ പഞ്ചധാതുക്കളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ശരീരം വെച്ച് കാലത്തിന്റെയും കർമ്മത്തിന്റെയും ഗുണത്തിന്റെ അധീനത്തിൽ നാം നിൽക്കുന്ന നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ സംരക്ഷിക്കാൻ പറ്റുന്നത്? സർപ്പഗ്രസ്തോ യഥാപരം. അതായത് ഈ കാലത്തിന്റെയും കർമ്മത്തിന്റെയും ഗുണത്തിന്റെയും അധീനത്തിൽ നമ്മൾ എങ്ങനെ ഒരു സർപ്പത്തിന്റെ വായല് ആൾമോസ്റ്റ് പോയി കഴിഞ്ഞു, അല്ലെങ്കിൽ പകുതി പോയി കഴിഞ്ഞു, അങ്ങനെ ഇരിക്കുന്ന നമ്മള് എങ്ങനെ മറ്റുള്ളവരെ സംരക്ഷിക്കും? അപ്പൊ ആരാണ് സംരക്ഷിക്കുന്നത്? അൾട്ടിമേറ്റ്ലി ആരാണ് സംരക്ഷിക്കുന്നത്? Bhagavan. ഭഗവാൻ, അല്ലേ? ഭഗവാനാണ് സംരക്ഷിക്കുന്നത്, നമ്മളല്ല സംരക്ഷിക്കുന്നത്. നമ്മളെ ഭഗവാൻ ഉപയോഗിക്കുന്നു മാത്രം. അപ്പൊ ആ ക്രെഡിറ്റ് നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. ഞാൻ കാരണമാണ്. നമ്മള് എല്ലാവരെയും നമ്മളുടെ സ്കിൽസ്, ടാലന്റ്, കാപ്പബിലിറ്റീസ്, ഇതിനൊക്കെ നമ്മൾ വളരെ അഭിമാനത്തോട് കൂടിയിട്ട്, അതായത് ഒരു മിഥ്യാഭിമാനമാണ്, ഒരു മിഥ്യാഹങ്കാരമാണ്. ഇത് കാരണമാണ് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു മിഥ്യാഹങ്കാരം നമ്മുടെ എല്ലാവർക്കും ഉണ്ട്. ഞാൻ നല്ല സൗന്ദര്യമുണ്ട്, നല്ല ശക്തിയുണ്ട്, നല്ല അറിവുണ്ട്, എനിക്ക് നന്നായിട്ട് പാടാനറിയാം, പാചകം ചെയ്യാനറിയാം, എനിക്ക് നന്നായിട്ട് പ്രസംഗിക്കാനറിയാം, അത് ചെയ്യാനറിയാം. ഇതെല്ലാം നമ്മളുടെ ഒരു മുതൽക്കൂട്ടായിട്ട് നമ്മൾ കാണുന്നു. പക്ഷെ ഭഗവാന്റെ ആ കൃപാകടാക്ഷമില്ലെങ്കിൽ എന്താണ്? നമ്മൾ ഒന്നുമല്ല. പ്രഭുപാദ പറയുന്നുണ്ട്, ഡു നോട്ട് ബി പ്രൗഡ് ഓഫ് ദ ബോറോഡ് പ്ലൂംസ്. ഡു നോട്ട് ബി പ്രൗഡ് ഓഫ് ദ ബോറോഡ് പ്ലൂംസ്. എന്താ പ്ലൂംസ് പറഞ്ഞാൽ? പീകോക്ക് ഫെദറില്ലേ, മയിൽപീലി. ഒരു കാക്ക കുറച്ച് മയിൽപീലി തൻ്റെ ദേഹത്തിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഞാൻ മയിലാണെന്ന് കാണിക്കാൻ പറ്റുമോ? കാക്ക വിചാരിക്കുക മയിൽ നല്ല സൗന്ദര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറെ മയിൽപീലി എടുത്തിട്ട് തൻ്റെ പിന്നിലൊക്കെ ഒട്ടിച്ചിട്ട് മയിലായിട്ട് അഭിനയിച്ച് നടക്കാൻ പറ്റുമോ? മയിലാവോ? ഇല്ല. അതേപോലെ ഈ നമുക്ക് കിട്ടുന്ന ടാലന്റും സ്കിൽസും കഴിവും എല്ലാം എവിടുന്ന് കിട്ടുന്നതാണ്? ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയില്, അതായത് നമ്മളുടെ ശക്തി ആരാണ്? ഭഗവാന്റെ ദേൻ, അല്ലെ? ഭഗവാനിന് കിട്ടിയിരിക്കുന്നത്. ഭഗവാനില്ലെങ്കിൽ നമുക്കൊന്നുമില്ല. സ്മൃതി, ജ്ഞാനം, അപോഹനം, ഇതെല്ലാം എവിടുന്ന കിട്ടുന്നത്? അപ്പൊ നമ്മള് ഭഗവാന്റെ അടുത്ത് പോകുമ്പോ നമ്മളെ മൈനസ് നമ്മളുടെ സ്കിൽസ്, ടാലൻസ് ആൻഡ് കാപ്പബിലിറ്റീസ്, ഇതില്ലാത്തൊരു മനുഷ്യനായിട്ട് പോകണം. അഹങ്കാരത്തോടു കൂടിയും പോലില്ല, ഞാൻ വലിയ പാട്ടുകാരനാണ്, ഞാൻ വലിയ കഥാകാരനാണ്, ഞാൻ വലിയ സയന്റിസ്റ്റാണ്, വലിയ ഡോക്ടറാണ്, അതാണ് ഇതാണ് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ ടാലൻസും സ്കിൽസും മറ്റുള്ള കഴിവുകളും ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഭഗവാന്റെ അടുത്ത് പോകണം. അല്ലാണ്ട് ഭഗവാൻ നമ്മുടെ ടാലന്റോ അല്ലെങ്കിൽ മറ്റുള്ള സ്കിൽസ് എല്ലാം കാണുന്നു. ഭഗവാൻ നമ്മളുടെ എങ്ങനെ ആ സേവന മനോഭാവം, അതാണ് ഭഗവാൻ നമ്മൾ കാണുന്നത്. ഭഗവാൻ എങ്ങനെ, ഏത് ആറ്റിറ്റ്യൂഡ് കൂടി നമ്മൾ ഭഗവാനെ സേവിക്കാനുള്ള നമ്മുടെ മനോഭാവം, അതാണ് ഭഗവാൻ എടുക്കുന്നത്. ഭഗവാൻ പറയുന്നുണ്ട്, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ചതി തദഹം ഭക്തിയ ഉപഹൃതം അസ്നാമി പ്രയതാത്മന. ഭക്തി 2 പ്രാവശ്യം വന്നിരിക്കുന്നത്. അല്ല, ഭഗവാന് പത്രം കിട്ടാഞ്ഞിട്ടാണോ? പുഷ്പം ഫലം തോയം ഇല്ലാഞ്ഞിട്ടാണോ? ഭഗവാന്റെ നിന്നാണ് നമ്മൾ ഇതെല്ലാം എടുക്കുന്നത്. ഇത് ഭഗവാന് തിരിച്ച് നമ്മൾ സമർപ്പിക്കുന്നു. എങ്ങനെ ഗംഗയിൽ പോയിട്ട് ഗംഗയിലത്തെ ജലം എടുത്തിട്ട് ഗംഗയ്ക്ക് സമർപ്പിക്കുന്നുവോ, അതേപോലെ ഭഗവാന്റെ തന്നെ എല്ലാ സാധനം എടുത്തിട്ട് ഭഗവാന് സമർപ്പിക്കുക ചെയ്യുന്നത്. ഭഗവാൻ എന്താ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ എന്താണ് അവിടെ അണ്ടർലൈങ് ഫാക്ടർ? എന്താണ്? ഭക്തി, ലവ് ആൻഡ് ഡിവോഷൻ, അല്ലെ? അപ്പൊ ആ ലവ് ആൻഡ് ഡിവോഷൻ ആണ് അവിടെ കാണിക്കുക. അതുകൊണ്ടാണ് ഭഗവാനെ ഭാവഗ്രാഹി ജനാർദ്ദന എന്ന് പറയുന്നത്. നമ്മളുടെ ഭാവമാണ് നോക്കുന്നത്. പക്ഷെ സാധാരണ നമ്മൾ എന്താണ് ഭഗവത്ഗീതയിൽ പറയുന്നത്? പ്രകൃതേ ക്രിയകർമാണി ഗുണകർമാണി സർവസഹ അഹങ്കാര വിമൂഢാത്മ കർത്താഹം ഇതി മന്യത. നമ്മൾ വിചാരിക്കുന്നു നമ്മളാണ് കർത്ത മീൻസ് ഡൂവർ, നമ്മളാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്തുകൊണ്ട്? അഹങ്കാര വിമൂഢാത്മ. എന്താണ് ഈ അഹങ്കാരം? അഹങ്കാരം എല്ലാവർക്കും ഉണ്ട്, ഈഗോ.
പക്ഷെ ഇവിടെ മിഥ്യാഹങ്കാരാണ്. അത് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഒരു അഹങ്കാരം. പക്ഷെ എന്താണ് ആക്ച്വലി ചെയ്യിക്കുന്നതോ അല്ലെങ്കിൽ ചെയ്യാനുള്ള ആ ഒരു പ്രേരണ കിട്ടുന്നതോ എന്തുകൊണ്ടാണ്? ഭഗവാൻ Bhagavan. ഭഗവാന്റെ കൃപ. ഭഗവാനാണോ നമുക്ക് ആ പ്രേരണ തരുന്നത്? ഒരു കുറ്റകൃത്യം ചെയ്യാണ്, ഞാനൊരു പാപം ചെയ്യാണ്, ഭഗവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടോ? പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. നമ്മുടെ ത്രിഗുണങ്ങളിൽ പെട്ട 3 ഗുണം, 3 ഗുണങ്ങള്. അപ്പൊ നമ്മളത് ശരി, ഇത് ഞാൻ ചെയ്യുന്നു, നല്ലതായാലും ചീത്തയായാലും ഞാൻ. ചില ആൾക്കാർ പറയും നല്ലത് ചെയ്താൽ അതിന്റെ ക്രെഡിറ്റ് എനിക്ക്, ചീത്തയാണെങ്കിൽ ഭഗവാൻ. അത് ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. എത്രയോ ആൾക്കാരങ്ങനെ എപ്പോഴും പറയുന്നുണ്ട്. എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്താൽ അപ്പൊ ആരെ പഴിയാനും ഭഗവാൻ. അത് ഭഗവാൻ ചെയ്യിക്കുന്നതാണെന്ന് പറയും. ഭഗവാൻ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആളാണ്. ഭഗവാൻ നമ്മളെ കൊണ്ട് ഭഗവാൻ നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നത് നമ്മളാണ് ചെയ്യുന്നത്. നമ്മൾ വെച്ചാൽ നോട്ട് ആസ് എ പേഴ്സൺ, നോട്ട് ദ ആത്മ, ബട്ട് ദ 3 ഗുണങ്ങള്. പ്രകൃതേ ക്രിയമാനാനി ഗുണൈ കർമാണി. ഇപ്പൊ ഞാൻ പറയും ഞാനല്ല ചെയ്യുന്നത്, എങ്ങനെ ഗുണങ്ങൾ ചെയ്യുന്നത്? കാരണം വെച്ചാൽ ഓരോരുത്തരും ഓരോ ഗുണത്തിന്റെ അധീനത്തിലാണ്. അതാണ് പറയുന്നത് കാലകർമ്മ ഗുണാധീനോ. കാലത്തിന്റെയും കർമ്മത്തിന്റെയും ഗുണത്തിന്റെയും അധീനത്തിനായിട്ടുള്ള സമയം, അല്ലെ? അതേപോലെ കർമ്മം, നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്കറിയില്ല. പിന്നെ ഏത് ഗുണത്തിന്റെ അധീനത്തിലാണോ നമ്മള് ഉള്ളത്, അതിനനുസരിച്ച് നമ്മൾ ചെയ്യും, അല്ലെ? ഈവൻ നമ്മുടെ സൃഷ്ടി നോക്കുകയാണെങ്കിൽ മഹാവിഷ്ണുവിന്റെ രോമകൂപങ്ങളിൽ നിന്നാണ് ഓരോ ബ്രഹ്മാണ്ടങ്ങളും വരുന്നത്. ആ ഓരോ ബ്രഹ്മാണ്ടങ്ങളും വരുന്നത് എങ്ങനെയാണ്? ഫുൾ ഫ്ലെജ്ഡ് ബ്രഹ്മാണ്ടമാണ് വരുന്നത്. ആദ്യം എന്താണ് വരുന്നത്? മഹാവിഷ്ണു ശ്വസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ രോമകൂപങ്ങളിൽ നിന്ന് മില്യൺസ് ആൻഡ് ബില്യൺസ്, കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങള് ഉത്ഭവിക്കുന്നു എന്നാ പറയുന്നത്, അല്ലെ? അപ്പൊ എങ്ങനെയാണ് അത് വരുന്നത്? ആദ്യം ഇപ്പൊ നമ്മുടെ ഈ ബ്രഹ്മാണ്ടം ചതുർമുഖ ഇവിടെ ആ ബ്രഹ്മാണ്ടം ഫുൾ ഈ സൈസിലാണോ വരുന്നത്? എങ്ങനെയാണ് വരുന്നത്? ചെറിയ രൂപത്തിൽ. എന്തായി ചെറിയ രൂപം? പിന്നെ എങ്ങനെ, എപ്പോഴാണ് വലുതാവുന്നത്? പഞ്ചതത്വങ്ങളും മറ്റേതെല്ലാം 24 തത്വങ്ങൾ അടങ്ങിയ വെറും ഒരു ഒന്നുമ. 24 തത്വങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും രൂപമോ അല്ലെങ്കിൽ അതിനെ വിശദീകരമായി ചെയ്തു എടുത്ത പ്രകൃതിയൊക്കെ തയ്യാറാക്കിയത് ഭഗവാനാണ്. അപ്പൊ എന്റെ ചോദ്യം അതല്ല. അതായത് ഒരുപാട് ബ്രഹ്മാണ്ടങ്ങളെ ശ്വസിക്കുന്ന സമയത്ത് ഭഗവാന്റെ ദേഹത്തിന്റെ രോമകൂപങ്ങളിൽ നിന്ന് വരുന്നു. അപ്പൊ അത് എന്താണ് ഫസ്റ്റ് എലിമെന്റ്, എന്താണ് പറയുന്നത്? വിത്തിന്റെ ഫോമിലാണ്, സീഡ് ഫോമിലാണ് വരുന്നത്. പരമാണു ഫോമാണ്. സീഡായിട്ടാണ് വരുന്നത്. അപ്പൊ ആദ്യം ഒരു സീഡായിട്ട് വരുന്നുള്ളൂ. പിന്നെ ബൈ ദ പാസിംഗ് ഓഫ് ടൈം, സമയത്തിന്റെ ആ ഇതില് അതിനെ ഭഗവാന്റെ ആ ദൃഷ്ടി അതിൽ പതിയും. എന്താണ് പ്രധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അൺമാനിഫെസ്റ്റഡ് മെറ്റീരിയൽ. അത് അൺമാനിഫെസ്റ്റഡ്. അപ്പൊ അത് മാനിഫെസ്റ്റേഷൻ വന്നിട്ടില്ല. അപ്പൊ ഒരു സീഡ് ഫോം, മാനിഫെസ്റ്റേഷൻ, മഹത്വത്വം അതില് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ അജിറ്റേറ്റ് ചെയ്യാണ് ഭഗവാന്റെ ദൃഷ്ടി. അപ്പൊ ആ മഹത്വത്വം അതിന്റെ ഒരു പൂർണ്ണ രൂപത്തിലല്ല, അതിനെ ആ മഹത്വത്വം അതിൽ ഫോർ എക്സാമ്പിൾ ഒരുപാട് ഡിഫറെന്റ് കളേഴ്സുള്ള ഗോട്ടികളുണ്ട്. ഓക്കെ, പല കളറിലും, ഒരു 10-20 കളറിൽ. അതെല്ലാം കൂടി മിക്സ് ചെയ്താൽ എങ്ങനെ? സെഗ്രിഗേറ്റ് ചെയ്തിട്ടില്ലേ? അപ്പൊ അങ്ങനെ ഈ മഹത്വത്തിനെ, ആ പ്രധാനത്തിനെ ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ, അതിനെ എജിറ്റേറ്റ് ചെയ്യുമ്പോൾ ഈ മഹത്വത്വം അത് മാനിഫെസ്റ്റഡ് ആണ്. അപ്പൊ ബൈ പാസിംഗ് ഓഫ് ടൈം, അപ്പൊ മഹത്വത്വം വരുന്നത് ആദ്യം. ഈ മഹത്വത്വം എന്ന് പറയുന്നത് മോഡ് ഓഫ് ഇഗ്നോറൻസിലാണ്. അത് തമോ ഗുണത്തിലാണ്. മഹത്വത്വം പറഞ്ഞാൽ തന്നെ
തമോ ഗുണമാണ്. അതിൽ നിന്നാണ് ഫാൾസ് ഈഗോ വരുന്നത്. അഹങ്കാരം, മിഥ്യാഹങ്കാരം. എന്താണ്? ഞാൻ എൻ്റെ ശരീരമാകുന്നു, ഇത് കാണുന്നതെല്ലാം എൻ്റെയാണ് എന്നുള്ള മിഥ്യാഹങ്കാരം ജനിക്കുന്നത് ഈ മഹത്തത്വത്തിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് പ്രധാനം പറഞ്ഞാൽ സീഡ് ഫോം. ആ സീഡ് ഫോമിൽ ഭഗവാന്റെ ദൃഷ്ടി പതിയുമ്പോൾ ആ സീഡ് ഫോം മാനിഫെസ്റ്റ് ആവും മഹത്വത്വമായിട്ട്. ആ മഹത്വത്വത്തിൽ നിന്ന് ഫാൾസ് ഈഗോ വരുന്നു. മഹത്വത്വം തമോ ഗുണത്തിലാണ്, ആ ഫാൾസ് ഈഗോം അതേപോലെ തന്നെ തമോ ഗുണത്തിലാണ്. ആ ഫാൾസ് ഈഗോ തമോ ഗുണത്തിലുള്ള ഫാൾസ് ഈഗോ 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, 3 ഗുണങ്ങളായിട്ട്. അതിൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പോ സത്വഗുണത്തില് ഫാൾസ് ഈഗോ ഇന്ററാക്ട് ചെയ്യുമ്പോൾ, ഫാൾസ് ഈഗോ സത്വഗുണമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യുമ്പോൾ അതിന്ന് വരുന്നതാണ് എന്ത്? മനസ്സും ദേവന്മാരും. ഓക്കെ, ഫാൾസ് ഈഗോ രജോ ഗുണമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ വരുന്നതാണ് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ബുദ്ധിയും. ഓക്കെ, പിന്നെ ഫാൾസ് ഈഗോ തമോ ഗുണമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്ത് വരുന്നു? പഞ്ചധാതുക്കൾ വരുന്നു. അതായത് ഭൂമി, റാപ്പ്, അനലോ, വായു, ഖം, പഞ്ചധാതുക്കൾ വരുന്നു. അപ്പൊ അങ്ങനെ 24 എലിമെന്റ്സും. അതിനുശേഷം ഇതെല്ലാം ഉണ്ടാക്കിയ ശേഷം ബ്രഹ്മാവ്, അതായത് വീണ്ടും അതിലെ കാരണോസായി വിഷ്ണു അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ എക്സ്പാൻഷൻ ആയിട്ടുള്ള ഗർഭോസായി വിഷ്ണു അതിൽ എൻ്റർ ചെയ്യുന്നു. ആ ബ്രഹ്മാണ്ടം ഫുൾ ഫ്ലെജ്ഡായി അതിൽ പകുതി തൻ്റെ പെർസ്പിരേഷൻ, തൻ്റെ വിയർപ്പ് കൊണ്ട് അതിനെ നിറയ്ക്കുന്നു. അതിൽ അദ്ദേഹം ശയിക്കുന്നു. അന്നശേഷനിലെ അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്ന് കമലം കമലം സ്പ്രൗട്ട് ചെയ്യുന്നു. ആ കമലത്തിന്റെ മീതെയാണ് ബ്രഹ്മലോകം. എന്നിട്ട് ബ്രഹ്മാവിനെ സെക്കൻഡറി ക്രിയേറ്റർ ആയിട്ട് വിസർഗത്തിന്റെ ഇൻചാർജ് കൊടുക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ആര് ചെയ്യുന്നു? ബ്രഹ്മാവ് ചെയ്യുന്നു. അപ്പോ ചുരുക്കത്തില് ഫാൾസ് ഈഗോ, മിഥ്യാഹങ്കാരം, അതാണ് ഇവിടെ വരുന്നത്. പ്രകൃതി ക്രിയമാണാനി ഗുണൈ കർമാണി സർവസഹ അഹങ്കാര വിമൂഢാത്മ കർത്താ അഹം ഇതി മന്യതേ. അഹങ്കാരം, ഈ അഹങ്കാരം കാരണം നമ്മുടെ ഈ ഫാൾസ് ഈഗോ ആണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. അത് ആ ഫാൾസ് ഈഗോ ഈ ഗുണങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയും ഇവിടെ ഏത് ഗുണത്തിലാണോ, ഫാൾസ് ഈഗോ അത് തന്നെ തമോ ഗുണത്തിലാണ്. പക്ഷെ അതിൽ വീണ്ടും 3 കാറ്റഗറിയാണ്: സത്വഗുണം, രജോ ഗുണം ആൻഡ് തമോ ഗുണം. അങ്ങനെ ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളും ഇത് ചെയ്യുന്നത് നമ്മളല്ല, നമ്മളുടെ ഏത് ഗുണത്തിന്റെ അധീനത്തിലാണോ ഉള്ളത് അതാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അറ്റ്ലീസ്റ്റ് തമോ ഗുണത്തിന് രജോ ഗുണത്തിലേക്കും രജോ ഗുണത്തിന് സത്വഗുണത്തിലേക്കും ഉയരണം. സത്വഗുണത്തിൽ മാത്രമേ നമുക്ക് വസ്തുക്കളായിട്ട് അത് എന്താണ് ആസ് ഇറ്റ് ഈസ് മനസ്സിലാക്കാൻ പറ്റും. ഭഗവാനെ ഭജിക്കാനുള്ള ആ ഒരു രുചി വരണമെന്നുണ്ടെങ്കിൽ സത്വഗുണത്തിൽ വരണം, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോ ഇതാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ അപരാധം, വൈഷ്ണവ അപരാധം എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ സീരിയസ് ആണ്. നമ്മൾ ഒരാളും അത് ചെയ്യാൻ പാടില്ല. അറിഞ്ഞോ അറിയാതെയോ ഉടനെ അങ്ങനെ എന്തെങ്കിലും നമ്മൾ അറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉടനെ അതിനുള്ള ആ ഒരു അദ്ദേഹത്തിനെ കണ്ടിട്ടോ ക്ഷമ ചോദിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അതില്ല. കാരണം വെച്ചാൽ അങ്ങനെ വൈഷ്ണവ അപരാധം ചെയ്താൽ നമ്മളുടെ എല്ലാ ആ സുഹൃതികളിൽ കംപ്ലീറ്റ് പോകുന്ന പറഞ്ഞു, നമ്മുടെ തപോബലം മുഴുവൻ പോയി. സ്പിരിച്വൽ ക്രെഡിറ്റില്ല, പുണ്യ സുഹൃതി കംപ്ലീറ്റ് പോകും. ഭക്തി ഇത് സേവനത്തിന് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, രുചി കിട്ടില്ല. ചില സമയത്ത് നമുക്ക് തോന്നും. രൂപ ഗോസ്വാമിയുടെ ഒരു ഇത് പറയുന്നുണ്ട്, ഞാൻ കേട്ടതാണ്. രൂപ ഗോസ്വാമി ഭജന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആ എക്സ്റ്റാറ്റിക് തലത്തിലേക്ക് പോകണം, ഭാവാവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ
പിന്നെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്താണ് ഒരു അതായത് കാലുകൊണ്ട് നടക്കാൻ എന്താണ് പറയാ, മുടന്തൻ അത് കൂടെ പോയത്. മുടന്തൻ പോയ സമയത്ത് ഇദ്ദേഹം ചിരിക്കുകയാണ്. അതായത് അദ്ദേഹം ധ്യാനിച്ചിട്ട് നാമജപത്തിന്റെ ആ ഒരു എക്സ്റ്റാറ്റിക് ഭാവത്തിലെത്തിയപ്പോൾ അദ്ദേഹം മനസ്സിൽ മന്ദസിക്കുകയാണ്, അല്ലെങ്കിൽ പുഞ്ചിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, ഞാൻ മുടന്തനല്ലേ, അപ്പൊ എന്നെ കണ്ട് പരിഹസിക്കുകയാണ് വിചാരിച്ചു. അപ്പൊ അദ്ദേഹം അത് ഒരു അപരാധമായി എടുത്തു. പിന്നീട് അദ്ദേഹത്തിന് ചാൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്സ്റ്റാറ്റിക് ഭാവം കിട്ടുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും. അപ്പോൾ തൻ്റെ എൽഡർ ബ്രദറായിട്ടുള്ള സനാതന ഗോസ്വാമിയുടെ ഈ കാര്യം പറഞ്ഞു. പറഞ്ഞു എന്തോ അറിയാത്തൊരു അപരാധം, വൈഷ്ണവ അപരാധം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണമാണ് ആ ഒരു ഭാവാവസ്ഥയിലേക്ക് പോകാൻ പറ്റാത്തത്, രുചി കിട്ടാത്തത്. അപ്പൊ ഇതിനെന്താണ് പോംവഴി? ഇപ്പൊ ആരെ ചെയ്തത് എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞൊന്നും ചെയ്തില്ല, അറിയാതെ എനിക്കറിയാൻ പറ്റും, ആരോട് ചെയ്താൽ എനിക്കറിയാൻ പറ്റില്ല. അപ്പൊ ഇതിനെന്താണ് വഴി? ഒരു കാര്യം ചെയ്യൂ, എല്ലാവരെയും പ്രസാദത്തിന് വിളിക്കുക. എല്ലാവരും പ്രസാദത്തിന് വിളിക്കുക. അപ്പൊ ഏതൊരു വ്യക്തിയാണോ പ്രസാദത്തിന് വരാത്തത്, അതായത് അദ്ദേഹത്തിന് ദേഷ്യമുണ്ട്, ഈർഷയുണ്ട് നമ്മളോട്, അതായത് രൂപഗോസ്വാമിയുടെ ഈർഷയുണ്ട്. അപ്പൊ അങ്ങനെ അത് അറേഞ്ച് ചെയ്തു. എല്ലാവരും, ഒരാൾ മാത്രം വന്നില്ല. ആരായിരുന്നു? ഈ മുടന്തൻ, ഈ വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനോട് ചെന്ന് പറഞ്ഞു, കാര്യം അന്വേഷിച്ചപ്പോൾ ഇതാണ്. അപ്പൊ അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഇദ്ദേഹത്തിനെ കണ്ടിട്ട് ചിരിച്ചു എന്നുള്ളത്. അദ്ദേഹത്തിനോട് മാപ്പ് പറഞ്ഞു, അതിനുശേഷം ശരിയായി. അങ്ങനെ രൂപഗോസ്വാമിയുടെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അത്രയും സീരിയസ് ആണ് ഈ അപരാധം എന്ന് പറയുന്നത്. നമ്മളുടെ എല്ലാ തപോബലങ്ങളും പോവും, നമുക്ക് ഭക്തിയോടുള്ള ഒരു ആ ഇഷ്ടം, രുചി, അത് പോവും, എല്ലാം പോവും. അതുകൊണ്ട് എല്ലാവരും നമുക്ക് ഭക്തിയിൽ അഭിവൃദ്ധി വേണമെന്നുണ്ടെങ്കിൽ, പുരോഗതി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അറിഞ്ഞോ അറിയാതെയോ ഒരു അപരാധവും ചെയ്യാൻ പറ്റില്ല. പാപം ചെയ്താൽ പിന്നെയും കുഴപ്പമില്ല എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞു, പാപവും അപരാധവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, പാപത്തിന് നമുക്ക് അറ്റോൺമെന്റ് ചെയ്യാൻ പറ്റും, പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റും. ഇത് അതിന് പ്രായശ്ചിത്തമില്ല, അത് ആരോണം ചെയ്താലും. അപ്പൊ പാപം ചെയ്താൽ നമുക്ക് എന്താണ്, ഫിസിക്കലായിട്ട് നമുക്ക് അതിൻ്റെ പാപകർമ്മങ്ങളെ ഏൽക്കേണ്ടി വരും. ഫിസിക്കൽ പ്രോബ്ലംസ്, ക്ലേശങ്ങൾ, അത് വരും നമുക്ക് ഫിസിക്കലായിട്ടുള്ള. പക്ഷേ അപരാധം നമ്മളെ ഭക്തിയിൽ നിന്ന് അകറ്റുന്ന പറയുന്നത്. ഇപ്പൊ അപരാധം ഭയങ്കര ഡേഞ്ചറസാ. നമ്മുടെ ഭക്തിയിൽ നിന്ന് അകറ്റും, പിന്നിലേക്ക് കൊണ്ടുപോകും, നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അത്രയും സീരിയസ് ആണ് ഈ അപരാധം എന്ന് പറയുന്നത്. ഓക്കെ, പുറപ്പെട്ടൊന്ന് വായിക്കാം. Queen Draupadi had a beautiful bunch of hair which was sanctified in the ceremonial function of Rajasuya yajna. അപ്പോൾ ഇവിടെ പർപ്പോട്ടിൽ പ്രവാദ പറയുന്നത്, രാജസൂയ യജ്ഞ സമയത്ത്, ഇതിനു മുമ്പേ, അതായത് വസ്ത്രാക്ഷേപമൊക്കെ നടക്കുന്നതിന് മുമ്പേ യുധിഷ്ഠിര മഹാരാജാവ് എന്ത് ചെയ്തു? രാജസൂയ യജ്ഞ സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെ, അല്ലേ? ആ സമയത്ത് ആരായിരുന്നു റാണി? ആരായിരുന്നു? ദ്രൗപദി. ആ സമയത്ത് അതിന്റെ ആ പ്രസാദം കൊണ്ട് ഈ റാണിയെ, ആ കേശത്തെ എല്ലാം അഭിഷേകം ചെയ്തിട്ടുണ്ട്. അത്രയും സാങ്ക്ടിഫൈഡ് ആയിട്ടുള്ള ആ മുടിയാണ് പിടിച്ചിട്ട് ദുശാസനം പിടിച്ച് വലിച്ചിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ ഒരു സമയത്ത് ഭഗവാൻ എന്തോ ഫ്രൂട്ട് ചെയ്യുന്ന സമയത്ത് തന്റെ കൈവിരലുകളുടെ മുന്നിൽ ദ്രൗപദി ഉടനെ എന്ത് ചെയ്തു? തന്റെ സാരിയുടെ ഒരു കഷ്ണം കേട്ട് ഉടനെ അതിനെ കെട്ടി ഭഗവാനെ ധരിച്ചു. അപ്പൊ തന്നെ ഉണ്ട്, ഇതിന്റെ പ്രത്യുപകാരം ഞാൻ ചെയ്യും. അപ്പൊ അതിനുള്ള ഒരു പ്രത്യുപകാരമാണ് ഇവിടെ ഭഗവാൻ ചെയ്തത്. അതെപ്പോ പൂർണ്ണമായിട്ടും ഭഗവാന്റെ ശരണം പ്രാപിച്ചു. ആദ്യം ഇവരെല്ലാവരും വിളിച്ചു, എല്ലാവരും അപേക്ഷിച്ചു. പഞ്ചപാണ്ഡവന്മാരോട്, ധൃതരാഷ്ട്രരോട്, ഭീഷ്മ പിതാമഹനോട്, ദ്രോണാചാര്യരോട്, കൃപാചാര്യരോട്, എല്ലാവരോടും. ഇവരോട് ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സ്വന്തം ശ്രമിച്ചു. ഒരു കൈയെ തന്റെ സാരിയിൽ പിടിച്ചു, ഒരു കൈ പൊക്കിയിട്ട് ഭഗവാൻ വന്നുമില്ല.
ഒരു രക്ഷയില്ല, ഭഗവാൻ മാത്രം ശരണം. അതുകൊണ്ട് രണ്ട് കൈയും കൊടുത്ത് ഹേ ദ്വാരകാവാസിനി, ഹേ ഗോവിന്ദ, ഹേ കേശവ എന്ന് വിളിച്ചപ്പോൾ ഭഗവാൻ അവിടെ സാരയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അല്ലേ? അപ്പൊ ഏത് സമയത്തും ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളെ സംരക്ഷിക്കും. യോഗക്ഷേമം മഹാമ്യം. അല്ലെ? ആ ഒരു വിശ്വാസം, ഭഗവാൻ ഏത് സമയത്തും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ള വിശ്വാസം, ശരണാഗതി. അല്ലെ? ഭഗവാനാണ് നമ്മളെ ഏത് സമയത്തും രക്ഷിക്കുന്നത്, ഭഗവാനാണ് നമ്മളെ ഏത് സമയത്തും പാലിക്കുന്നത്. ഈ വിശ്വാസം, പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളെ. അപ്പോൾ എന്താണ് ടോട്ടൽ സറണ്ടർ? ടോട്ടൽ സറണ്ടർ. ആനുകൂല്യസ്യ സങ്കല്പോ പ്രാതികൂല്യസ്യ വർജനം. അല്ലെ? അങ്ങനെ ശരണാഗതി ആറ് തരത്തിലുള്ള ശരണാഗതിയാണ്. ഭഗവാനാണ്, അതായത് എന്താണോ ഫേവറബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ ചെയ്യണം ഭഗവാന്. എന്താണോ പ്രതികൂലമായിട്ടുള്ളത് അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഭഗവാനാണ് നമ്മളെ രക്ഷിക്കുന്ന എല്ലാ സമയത്തും എന്നുള്ള ആ ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം. ഭഗവാനാണ് നമ്മളെ പാലിക്കുന്ന എല്ലാ സമയത്തും അത് ഓർമ്മ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മളുടെ ഹ്യൂമിലിറ്റി, ഇതെല്ലാം ഇങ്ങനെയുള്ള ഈ ശരണാഗതി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ വേണ്ടുന്ന സമയത്ത് എല്ലാറ്റിനും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ചില സമയത്ത് നമുക്ക് തോന്നും ഭഗവാൻ നമ്മൾ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അതും നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ, അതായത് മെൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രസന്റ്, ഇപ്പോഴത്തെ പരിസ്ഥിതി നോക്കിയിട്ട് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യും. സാധാരണ നമ്മൾ അങ്ങനെ ചെയ്യാറല്ലേ? ഈ പരിസ്ഥിതി എന്താണോ അതനുസരിച്ച് നമ്മൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യും. ഭഗവാൻ ഫ്യൂച്ചർ നോക്കിയിട്ട് പ്രസന്റ് തരും. ഭാവി എങ്ങനെ ആയിരിക്കും അതിനനുസരിച്ചാണ് നമ്മുടെ പ്രസന്റ് പ്ലാൻ ചെയ്യാൻ ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ അറിയാം എന്താണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇപ്പോ വിഷമമാണ് നല്ലത് വെച്ചാൽ ആ വിഷമം തരും. നമുക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമുക്ക് നല്ലത്, നമ്മളുടെ ആധ്യാത്മിക ഉന്നമനത്തിന് അതാണ് നല്ലതെങ്കിൽ നമുക്ക് ഇപ്പൊ ബുദ്ധിമുട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ട് തരും. നമുക്കത് സഹിക്കാൻ ഉൾക്കൊള്ളാൻ പറ്റില്ല എങ്കിലും കൂടിയിട്ട് ഭഗവാൻ അറിയാം ഈ ബുദ്ധിമുട്ടിൻ്റെ കൂടെയാണ് ഇവൻ വളരുള്ളൂ അറിയാം. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എന്ത് തരുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചോളം സ്വീകാര്യമാണ്. അതുകൊണ്ടാണ് എത്രയെല്ലാം ക്ലേശങ്ങൾ ഉണ്ടായിട്ടും പാണ്ഡവന്മാർ ഒരു കംപ്ലൈന്റ് ചെയ്തില്ലല്ലോ. ഏതെങ്കിലും സമയത്ത് പഞ്ചപാണ്ഡവന്മാർ ഭഗവാനോട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ? കൃഷ്ണ ഇതെല്ലാം ചെയ്തു നമ്മളെ ഒരുമിച്ച് എപ്പോഴും, എന്നിട്ടും നമുക്ക് ഇങ്ങനെ ക്ലേശങ്ങൾ വന്നുവല്ലോ. ഒരിക്കലും കംപ്ലൈന്റ് ചെയ്തില്ല. അപ്പൊ ഇതെല്ലാം അവരുടെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് അവർ നന്നായിട്ടും ഭഗവാൻ ഏത് സമയത്തും കൂടെയുണ്ട്. അപ്പോൾ ഏതൊരു പരിസ്ഥിതിയിലും ഭഗവാന്റെ ആ സംരക്ഷണം നമുക്കുണ്ടെന്നുള്ള നല്ല ബോധ്യം അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് സംശയമാണ് ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുമോ, ആ ഒരു പേടി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മള് LIC പോളിസി എടുക്കുന്നു, അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്നു, ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ചെയ്യണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ അതിനോട് കൂടി നമ്മൾ ഉറച്ച വിശ്വാസം വേണം. അൾട്ടിമേറ്റ്ലി ഭഗവാനാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. LIC പോളിസി പറയുന്നില്ലേ, അതായത് നമ്മൾ ജീവിക്കുമ്പോഴും ജീവിതത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്നു. ജീവൻ കെ സാത്ത് ജീവൻ കെ ബാദ്. പക്ഷെ അവർക്ക് എന്ത് നമുക്ക് നമ്മളെ സംരക്ഷിക്കാൻ പറ്റുക? സംരക്ഷിക്കാൻ പറ്റില്ല. So Draupadi then fell down at the lotus feet of Lord Krishna, and Lord Krishna decided that all the wives of Dushasana and company should have their hair loosened as a result of the battle of Kurukshetra. അപ്പൊ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട് ഇവരെല്ലാം, ഈ സ്ത്രീകളെല്ലാം വിധവകളാവും. Thus, after the battle of Kurukshetra, after all the sons and grandsons of Dhritarashtra died in battle, all the wives of the family were obliged to loosen their hair as widows. In other words, all the wives of the Kuru family became widows because of Dushasana's insulting a great devotee of the Lord. The Lord can tolerate insults upon himself by any miscreant because the father tolerates even insults from the son. അപ്പോൾ നമ്മളുടെ പരംപിതാവായിട്ടുള്ള ഭഗവാൻ എത്ര തന്നെ നമ്മൾ അപമാനിച്ചാൽ ശരി അത് സഹിക്കും, പക്ഷെ തൻ്റെ ഭക്തന്മാരെ അപമാനിച്ചാൽ അത് സഹിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്.
എങ്ങനെ ഒരു അച്ഛനും അമ്മയും തൻ്റെ മക്കള് ഇൻസൾട്ട് ചെയ്താൽ അത് ടോളറേറ്റ് ചെയ്യും. അതേപോലെയാണ് ഈ നമ്മുടെ പരംപിതാവായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ. ബട്ട് ഈ നെവർ ടോളറേറ്റ് ഇൻസൾട്ട്സ് അപ്പോൺ ഹിസ് ഡിവോട്ടീസ്. തൻ്റെ ഭക്തന്മാരെ അവമാനിക്കുന്ന ഇൻസൾട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ക്ഷമിക്കാൻ പറ്റില്ല. ബൈ ഇൻസൾട്ടിങ് എ ഗ്രേറ്റ് സോൾ വൺ ഹാസ് ടു ഫോർഗോ ഓൾ ദ റിസൾട്ട്സ് ഓഫ് പയസ് ആക്ട്സ് ആൻഡ് ബെനഡിക്ഷൻസ് ആൾസോ. അപ്പൊ നമ്മുടെ എല്ലാ പുണ്യകർമ്മത്തിന്റെയും ഫലവും നമ്മുടെ ഈ അപരാധത്തിൽ കൂടെ നഷ്ടപ്പെടുകയാണ്. ആ വരവും നമുക്ക് വല്ലതും എന്തെങ്കിലും നല്ല വരങ്ങളോ അനുഗ്രഹങ്ങളോ വല്ലതും ഭഗവാനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോകും. നമുക്ക് എന്തെങ്കിലും നമ്മളുടെ സൗന്ദര്യം, നമ്മളുടെ ബലം, നമ്മളുടെ ധനം, നമ്മളുടെ യശസ്, നമ്മളുടെ കഴിവുകൾ, ഇതെല്ലാം നമ്മൾക്ക് നഷ്ടപ്പെടും. മറ്റേ തട്ടിലേക്ക് കുറച്ച് മാറ്റി വെച്ചാണ്. ഹരേ കൃഷ്ണ. വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. ताय गो प्रेमानंदे. हरि हरि बोल. हरे कृष्णा. सो